ഒരു നയമാറ്റം, ഇതിലൊരു ഷിഫ്റ്റ് ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വന്നു. അപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കുത്തകവൽക്കരണത്തിനെതിരെയൊക്കെ ധാരാളം സമരം ചെയ്ത് തല്ലുകൊണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ 10 കൊല്ലമായിട്ട് ഇടതുപക്ഷം ഭരണപക്ഷമാണ്. അപ്പോൾ ഭരണപക്ഷമായ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുകയാണോ ഈ സമ്മേളനം? അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ കഴിഞ്ഞ സമ്മേളനവും തുടർഭരണം നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായതിനു ശേഷമുള്ള ആദ്യ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ എറണാകുളം സമ്മേളനമായിരുന്നു. 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി അന്ന് ഇതുപോലെ ഒരു രേഖ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത്തവണയും അത് അവതരിപ്പിക്കുന്നു. പൊതുവേ ജനങ്ങൾക്കും തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ നമ്മുടെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലുണ്ട്. പാർട്ടി സംഘടന എന്ന നമ്മുടെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വിപുലപ്പെടുത്താൻ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമുക്ക് സംസ്ഥാനത്തെ ഭരണം മുന്നോട്ട് കൂടുതൽ എല്ലാ നിലയിലും സംസ്ഥാനത്തിന് സഹായകരമാകുന്ന നിലയിൽ മാറ്റി തീർക്കുക എന്ന ചർച്ച കൂടി നടക്കും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ സംസ്ഥാനത്തെ കൂടുതൽ വികസിപ്പിക്കാനൊക്കെ എങ്ങനെ സാധിക്കുമെന്നുള്ള ചർച്ചകൾ കൂടി തുടർ ഭരണമാണ് അപ്പോൾ ഈ സമ്മേളനം കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ആ ഒരു അജണ്ടയിലായിരിക്കും. അല്ല, സമ്മേളനം പല കാര്യങ്ങളും കാണുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ സംസ്ഥാന ഭരണമായിട്ട് ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടോ തെരഞ്ഞെടുപ്പ് മാത്രം ചർച്ച ചെയ്യാനുള്ളൊരു സാധനം എന്നല്ല പാർട്ടി സമ്മേളനം. കഴിഞ്ഞ 3 വർഷക്കാലത്തെ കേരളത്തിലെ പാർട്ടി സംഘടന എത്രത്തോളം വളർന്നു, എവിടെയൊക്കെയാണ് ഇനി ഫോക്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ ഓരോരുത്തരും വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, തിരുത്തലുകൾ എന്തൊക്കെയാണ്, ഓരോ ഘടകങ്ങളിൽ വരുത്തേണ്ട മാറ്റം എന്തൊക്കെയാണ്, ഓരോ പ്രദേശത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പാർട്ടി കൂടുതൽ ഉത്തരവാദിത്വം എന്തൊക്കെയാണ് ഏറ്റെടുക്കേണ്ടത്, കൂടുതൽ ക്യാമ്പയിൻ എന്തൊക്കെ ഏറ്റെടുക്കണം, കേന്ദ്ര സർക്കാരിൻ്റെ ഈ കടുത്ത അവഗണനക്കെതിരെ വ്യത്യസ്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ എന്തൊക്കെ ഏറ്റെടുക്കണം, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക. ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചിലയിടത്ത് പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത റിയാസ് പക്ഷം പിടിമുറുക്കി എന്നൊക്കെയാണ്. റിയാസ് പക്ഷം എന്നൊരു പക്ഷമുണ്ടോ? അതൊക്കെ അനാവശ്യം. അതിനൊന്നും ഉത്തരം പറയുന്നത് പാർട്ടിയാണ് ഏറ്റവും വലുത്. വിഭാഗീയത ഇല്ല. പാർട്ടിയാണ് ഏറ്റവും വലുത്. പാർട്ടിക്കപ്പുറത്ത് ആരുമില്ല. അത് അഭിലാഷിനിപ്പോൾ ഒരാൾ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. നമ്മളൊക്കെ വെറും എന്താ പറയുക, ഒന്നുമില്ല. പാർട്ടിക്ക് അപ്പുറത്ത് ഒന്നുമില്ല. പാർട്ടിയാണ് എല്ലാം. ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയാണ് എല്ലാം. ഞാൻ ഈ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടുള്ള ഘടകമായ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച് പാർട്ടി പ്രവർത്തനം നടത്തിയയാളാണ്. പാർട്ടിയാണ് ഞങ്ങൾക്കെല്ലാം. പാർട്ടി പതാകയ്ക്ക് താഴെയാണ് ഞങ്ങളെല്ലാവരും. പാർട്ടിയാണ് ഞങ്ങൾക്കെല്ലാം. അപ്പോൾ സമ്മേളനം ഉഷാറാവട്ടെ.